ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബസ് ഗെയിമായിട്ടാണ്. അപ്പോൾ നമുക്ക് ബസ് ഗെയിമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ നിൽക്കുക, ലൈക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഇത് സൂപ്പർ ഗെയിമാണ്. ഇതിൽ കുറേ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇതിലെന്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം. നമ്മൾക്കിപ്പോൾ പോവാന് നമുക്കൊരു ബീച്ചിലേക്ക് പോകാം. ഗോ. എന്തായിരിക്കും അവസ്ഥ? പാവതയാ മതിൽമ കയറി പോയിട്ടുണ്ട് കേട്ടാ. നമുക്ക് വേറെ എന്തൊക്കെ പവർ ഉണ്ട് നോക്കി നോക്കാം. ഓക്കെ, അവിടെ പോണ ആൾക്കിട്ട് ഇങ്ങനെ യൂസ് ആക്കാം. ഓക്കെ, ബീച്ചിലേക്ക് പോകാം. വണ്ടീന്ന് കീനോ നമ്മുടെ ബാക്കിലെല്ലാം വണ്ടിയുണ്ട്. അതൊക്കെ ഈ വണ്ടി എടുത്ത് ബീച്ചിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പോകാം. വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. വണ്ടി കയറി വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് പോകാം. സ്പീഡുണ്ട് വണ്ടിക്ക്. നമുക്കിവിടെ നിർത്താം. ഇവിടെ പിന്നെ ഇത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റാണ് വേണ്ടത്. ഇത് വാങ്ങുന്നത്
രണ്ടാമത്തെ മോഡ്. ഇത് രണ്ടാമത്തെ മോഡാണ്. ഇത് നാലാമത്തെ മോഡാണ്. ഇതിങ്ങനെ കാണാൻ എനിക്കിതാണ് ഇഷ്ടം. അവിടെയാണ് മഴ പെയ്തു. മഴയെല്ലാം പെയ്തു. അപ്പൊ നമുക്കൊന്ന് പെട്രോൾ അടിച്ചിട്ട് ബീച്ചിലേക്ക് പോകാം. ഒരു പ്രാവശ്യം കൂടെ സാധാ പോലെ ജമ്പ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഒരു കിടിലൻ ഐഡിയ ഉണ്ട്. എന്തായാലും ഒന്ന് നോക്കട്ടെ. പണി വീണ്ടും ഫെയിലായി. സാധാ പോലെ ചാടിയിട്ട് കാര്യമില്ല. അപ്പൊ ഐ ഹാവ് എ പ്ലാൻ. ഒരു കാര്യം ചെയ്യാൻ ഇവിടെ ഇങ്ങനെ വന്ന് നമുക്ക് ഓടി വന്ന് ചാടി കഴിഞ്ഞാൽ കുറച്ച് ജമ്പ് ആയിരിക്കും. അതാണ് നമ്മുടെ ഐഡിയ. ദേ കണ്ടോ അമ്മച്ചി. എനിക്ക് വയതിന് ചാടാൻ നോക്കിട്ട് എത്ര നേരമായിന്ന് അറിയൂ. എന്തൊക്കെ വന്നാലും ഈ ടൈം ഞാൻ ജമ്പ് അടിച്ചിട്ടേ കാര്യമുള്ളൂ. റെഡി 1 2 3 അമ്മച്ചി എന്തായാലും ഒരു അടിയിലെത്തി. ചെറിയായിട്ടൊന്ന് തല ഇടിച്ചു എന്നല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല അല്ലെ. ആംബുലൻസ് ഒന്നും വിളിക്കേണ്ട വരും. പെട്രോൾ അടിക്കുകയാണ്. ഇത് ജമ്പ് അടിച്ചിട്ടേ ഞാൻ നിർത്തത്തുള്ളൂ. നീ കണ്ടോ, ഇത് ഈ പ്രാവശ്യം കണ്ടോ കറക്റ്റ് ആയിരിക്കും. എന്റെ ദൈവമേ. അപ്പൊ നമ്മള് പെട്രോൾ അടിക്കുകയാണ്. പൈസ 40 തോന്നുന്നു. എന്റെ വീട്ടില് വീണ്ടും ഒരു ഡോറ് വന്ന്. എടാ ഷിൻജാൻ ഇത്ര നേരം ഇവിടെ നിന്നിട്ട് നീ ഇത് കണ്ടില്ല അല്ലേ? അപ്പൊ പെട്രോൾ അടിച്ച്. പെട്രോൾ ഉണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടി അടിച്ചു. എന്നാൽ ഇത് എന്ത് ടൈപ്പ് ഡോറ്? ഈ ടൈപ്പ് ഡോറ് ഞാൻ ഇതുവരെ നമ്മുടെ വീടിന്റെ അവിടെ കണ്ടിട്ടില്ല. ഇതെന്തോ ഒരു റെയറാണ്. ഇതുപോലത്തെ ഒരു ഡോറല്ലേ? എന്തായാലും കൊള്ളാം. ഈ ഡോർ ഇപ്പൊ എങ്ങനെ ഓപ്പൺ എന്താന്നറിയില്ല, വണ്ടി മാറി ഓടുന്നില്ല. ചെയ്യാനുണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടല്ലോ. സാധാരണ പോലെ വല്ല ബോംബൊന്നും ഇട്ട് നോക്കി കഴിഞ്ഞാൽ പൂളിലാണ്. വെള്ളത്തെ കിടന്ന് ബോംബ് പൊട്ടൂല. ഒരു കാര്യം ചെയ്യാം. വരുത്തന്തേ അവിടെ സുഖം ഉറക്കം എന്തെങ്കിലും ആവട്ടെ. നമ്മളെ വണ്ടിക്ക് നല്ല സ്പീഡ് ഉണ്ട്. തുറന്നേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്തിനുള്ളി ഇവിടെ നീ യൂ ടേൺ അടിക്കുന്നത്? സാധാരണ ഇങ്ങനത്തെ ഡോറ് വരുന്ന സമയത്ത് പേപ്പർ ഉണ്ടാവും. പേപ്പറിന്റെ ഉള്ളിലാണ് ഓരോ സംഭവങ്ങൾ ടാസ്കുകൾ പോലെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതാണ് ചെയ്യാറ്. നമ്മൾ ആ വണ്ടിയിൽ നിർത്തി. ആ പേപ്പർ ഇനിയിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കും? ഷിൻജ നേരത്തെ കണ്ടിട്ട് മിണ്ടായിട്ടിരുന്ന ചിലപ്പോ ഈ പേപ്പറിന്റെ കാര്യം ഇവനെ അറിയുന്നുണ്ടെങ്കിലോ. എടാ ഷിൻജാന് പേപ്പർ എവിടെയാ കിടക്കുന്നതിന് വല്ല ഐഡിയ ഉണ്ടോ? ചെറുക്കന്റെ ഡാൻസ് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പേപ്പർ ഇവിടെ ഒന്നും ഇല്ലേ? എടാ ഇവിടെ ഒന്നും കാണുന്നില്ല. ഈ ഭാഗത്തൊന്നുമില്ല. വേർ ഇസ് ദ പേപ്പർ? പേപ്പർ യു ഹിയർ? നമ്മൾ അപ്പുറത്തെ റോഡിലായിരിക്കും പോണ്ടല്ലേ. ഷിൻജാനെ എടാ എനിക്ക് വയ്യ തപ്പിക്കൊണ്ടിരിക്കുക. നമ്മളെന്താ തിരിച്ചു? നീ ഡാൻസ് കളി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. മിക്കവാറും ഔട്ട് സൈഡ് തന്നെ ആയിരിക്കും. ഞാൻ ഉള്ളിലൊന്നും കൊണ്ടിടാൻ ചാൻസ് ഇല്ല. ഇനി ബീച്ചിന്റെ അടിയിൽ എത്താനേ. എണീറ്റ് അസുഖമാണോ? ഈ ഭാഗത്തൊന്നും എന്തായാലും കാണുന്നില്ല. ഒരു കാര്യം ചെയ്യാം. മുകളിൽ ഇനി ഇവിടെ എങ്ങാനും വല്ല പേപ്പറും കഷ്ണം ഇവിടെ 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 എങ്കിലൊക്കെ ഉണ്ടോ ഈ പേപ്പറൊക്കെ? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ തേ കിടക്കുന്ന പേപ്പർ. നേരെ ഇവിടെ മൊത്തം തപ്പിയത്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് നോക്കിയേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പേപ്പർ കാണാൻ ദേ കിടക്കും. പക്ഷെ പേപ്പർ കൊണ്ടിട്ടേക്കുന്ന സ്ഥലം ഇടിച്ചട്ടിയുടെ നമ്മളെ കൊണ്ട് വല തെറ്റിക്കാനുള്ള ഏറ്റവും വലിയ പരിപാടിയാണ് ഇത്. എന്തായാലും പേപ്പർ കിട്ടിയില്ല. ഇനി എന്തായാലും അത് വായിച്ചു നോക്കാം. ഫസ്റ്റ് ടാസ്ക് എന്താണ്? ഇതിലെ ടാസ്ക് വെച്ചിട്ട് വേണം നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ ഓപ്പൺ ദ പേപ്പർ. ടേക്ക് എ കാർ ഫ്രം സ്ക്രാപ്പ്
സ്ക്രാപ്പ് യാർഡ് ആൻഡ് ഫുള്ളി റിപ്പയർ. അതായത് നമ്മൾ സ്ക്രാപ്പ് യാർഡിൽ പോയിട്ട് കാർ എടുത്തുകൊണ്ട് വന്നിട്ട് അത് കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യണം. ഓ സിമ്പിൾ ടാസ്ക്. എന്തായാലും വലിയ പണിയൊന്നുമുള്ള ടാസ്ക് എല്ലാം തോന്നുന്നു ഈ പ്രാവശ്യത്തെ. പക്ഷെ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മള് വിചാരിച്ച സ്ഥലത്ത് എത്തി. അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സ് ഇട്ട് പോകണ്ട. ഇത് നമ്മൾ വെള്ളമൊക്കെ നനഞ്ഞാകെ തവിട് പൊടിയായിട്ട് ഇരിക്കുവായിരുന്നു. എന്തായാലും ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് നല്ല കൂട്ടപ്പനായിട്ട് പോവാം. എന്തായാലും നമ്മള് ബസ്സിലേക്ക് എല്ലാവരും കയറുകയാണ്. ബൈ ബൈ ഫ്രണ്ട്സ്. ഇതിന്റെ പാർട്ട് 2 അടുത്ത പാർട്ട്. ബൈ ഫ്രണ്ട്സ്. ബൈ ബൈ. ഡാൻസ് ഒക്കെ കളിക്കുന്നത് കൊള്ളാം. ലാസ്റ്റ് ഡോർ തുറന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലേക്ക് എന്റെ കൂടെ കയറി വന്നേക്കരുത് കേട്ടല്ലോ. ഞാൻ എന്തായാലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് തന്നെ വണ്ടിയെ കയറിയിട്ട് പോവാ. ഇന്നാണെങ്കിൽ നമ്മൾ പോവാൻ പോകുന്നത് നമ്മളെ ബ്രാൻഡ് ന്യൂ ലാംബോർഗിനിയിലാണ് ഗൈസ്. എന്റെ പൊന്നെ കാണാൻ ലിമിറ്റഡ് എഡിഷൻ കളറാണ്. കണ്ടില്ലേ നല്ല വിഷയം കളർ. നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആരുഷ് എന്ന് പറഞ്ഞ ബ്രോന്റെ പേരാണ് നമ്മൾ വെച്ചിട്ടുള്ളത്.